വേണ്ടേ? അതുകൊണ്ട് ബിനു ചാക്കോയെ പോലുള്ളത്, കെന്നഡി കരിമീൻകാരെ പോലുള്ളവർ ചർച്ചയ്ക്ക് വരുമ്പോൾ അവരുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങളെല്ലാം പല കേസിൽ പ്രതിയാണ്. അടിപിടി തല്ലി കേസിൽ പ്രതിയാണ്. സഭ നിങ്ങൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. ഇപ്പോൾ പോലും പോലീസിൽ പരാതിപ്പെട്ടിരിക്കുന്ന നിങ്ങൾക്കെതിരെ. അതായത് ശ്രീ റിജു, എന്തായാലും ഈ നമ്മൾ രണ്ടു വിഭാഗങ്ങൾ തമ്മിലുള്ള ചർച്ച തുടങ്ങിയിട്ട് എത്രയോ സമയമായിരിക്കുന്നു. ഒരു കാര്യത്തിൽ പോലും നിങ്ങൾ സമവായത്തിലേക്ക് എത്തുന്നില്ല എന്നാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാകുന്നത്. സമവായത്തിലെത്തിയതാണല്ലോ ഇവർ തന്നെ കെട്ടിമറിച്ചത്. ഈ പുരോഹിതർക്കെതിരായി പരാതി നിലനിൽക്കുമെന്നാണോ ശ്രീ റിജു കരുതുന്നത്? എന്താണ് സാഹചര്യം? പുരോഹിതർക്കെതിരായ ഏത് നടപടിയായാലും ഈ കൂലിയെ എടുക്കുന്ന ഒരു നടപടിയും ഞങ്ങൾ അംഗീകരിക്കില്ല. ഞങ്ങൾ അത്, അതായത് ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തിന്റെ നിലപാട് എന്താണ്? ഇന്നലെ വരെ ഞങ്ങളുടെ വൈദികർ ഇവിടെ അർപ്പിച്ചിരുന്ന കുർബാനയും ഉദാഹരണങ്ങളും ഞങ്ങൾക്ക് സ്വീകാര്യമാണ് എങ്കിൽ നാളെ ഇവരെ പുറത്താക്കി എന്ന് പറഞ്ഞാലും ഞങ്ങൾ സ്വീകാര്യമാണ്. ഞങ്ങൾക്ക് അതിൽ എതിർപ്പില്ല. വിശ്വാസികൾക്ക് എതിർപ്പില്ലാത്തടത്തോളം കാലം ഈ പുറത്തു വരുന്ന ഒരു സർക്കുലറും കൽപ്പനകളും ഞങ്ങൾക്ക് സ്വീകാര്യമല്ല. ഞങ്ങളത് മൈൻഡ് ചെയ്യുന്നില്ല. അത്രേ ഉള്ളൂ. ഇനി എന്താണ് ശ്രീ റിജു ഭാവി പരിപാടികൾ? ഭാവി പരിപാടികൾ എന്ന് വെച്ചാൽ ഞങ്ങൾ പറഞ്ഞു, ഇപ്പോഴുള്ള കോരിയെ മാറ്റി പഴയ കോരിയെയോ മറ്റൊരു കോരിയെയോ നിയോഗിക്കുക, ചർച്ചകളുമായി മുന്നോട്ട് പോവാം. ഏത് ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറാണ്. സമവായം നടപ്പാക്കാൻ എല്ലാ പിന്തുണയും ഞങ്ങൾ നൽകാം. ഏതെങ്കിലും പള്ളികളിൽ കുർബാന നടത്തുന്നില്ലെങ്കിൽ അത് നടത്തി കൊടുക്കാനുള്ള മുഴുവൻ ഉത്തരവാദിത്വം ഞങ്ങൾ ഏൽക്കാം. അത്തരത്തിൽ ഒരു സമവായത്തിലൂടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറാണ്. പുറം കാണിച്ചാൽ മാത്രം മതി. അടി വരുന്നുണ്ട്, പുറം കാണിച്ചു കൊടുത്താൽ മാത്രം മതി. അങ്ങനെയാണോ ശ്രീ കെന്നഡി? ഈ നിലയിലാണോ നമ്മൾ സംസാരിച്ചു പോകേണ്ടത്? ഇവരോട് ഈ ഭാഷയെ പറ്റൂ. ഇവരോട് ഈ ഭാഷയെ പറ്റുമല്ല, ക്ഷമിക്കണം. കാരണം മര്യാദക്കാരോടല്ലേ നമ്മൾ മര്യാദ സംസാരിക്കേണ്ടത്. ഇമാതിരി ആളോട് എന്താ പറയുക? കാരണം കഴിഞ്ഞ എത്ര വർഷമായി ഇത് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അല്ല, അത് വിശ്വാസത്തിനപ്പുറത്ത് നമ്മുടെ ഒരു നിയമ സംവിധാനങ്ങൾ കൂടി ഉണ്ടല്ലോ, ഒരു പരസ്പര ബഹുമാനം എന്നതൊക്കെ. അല്ലാതെ ഏതെങ്കിലും ഒരു വിഭാഗം അക്രമത്തിലൂടെ കരുത്ത് കാണിച്ചിട്ടല്ലല്ലോ മേൽക്കൈ നേടേണ്ടത്. അതിനെ താങ്കൾ ആ വിശ്വാസത്തിന്റെ ടൈമിൽ കാണേണ്ടതില്ല. അല്ലാതെ തന്നെയാണെങ്കിൽ പോലും ഞാൻ പറഞ്ഞുതരാം. അതായത് ആൻഡ്രൂ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടിരിക്കുമ്പോ അദ്ദേഹം അവിടെ ഒരു ദിവസം അരമനയിലേക്ക് കയറി വന്നപ്പം പുറകിൽ നിന്ന് ചവോടക്കിന്റെ പാട്ടും പാടിക്കൊണ്ട് ചവോടക്കിന്റെ പാട്ടും പാടിക്കൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കാൻ ചെന്ന വളരെ മാടപ്രാവിന്റെ മനസ്സുള്ള ആൾക്കാരുടെ പ്രതിനിധിയായി ഇപ്പൊ ഈ മുന്നിൽ നിന്ന് ദൈവവാക്ക് വിട്ടുകൊണ്ടിരിക്കുന്നു. മുഴുവൻ അക്രമികളാണ്. അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ നേരിടേണ്ടത് എങ്ങനെയാണെന്ന് സ്വീഡൻ ഇപ്പൊ നന്നായിട്ട് അറിയാം. നിങ്ങളോട് സാമം ദാനം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി ഭേദം ദണ്ണം തന്നെ. അതാ ഞാൻ പറഞ്ഞത്, ദണ്ണമാണ് വരുന്നത്. പുറം റെഡിയാക്കി വെക്കുക, തെറ്റിരിക്കുക, അടി മേടിക്കാൻ തയ്യാറായിക്കൊള്ളുക. ഓരോന്നായി വരുന്നുണ്ട്. ഞാൻ അതിലൊരു വാക്ക് പറഞ്ഞല്ലോ, കാനൂനിക കാപ്പാ നിങ്ങളുടെ പുരോഹിതർക്ക് മേൽ പതിച്ചു കഴിഞ്ഞു. ഇനി അതിന് ഓരോന്നോരോന്നായി ഇനി അൽമായർക്കും അത് പ്രതീക്ഷിക്കാം. റിജുവിനും താമസിയാതെ സഭയുടെ നടപടി ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. റൈറ്റ്. എന്തായാലും ഇരുവർക്കും നന്ദി. സമവായ രീതിയിലോ അല്ലെങ്കിൽ പരസ്പര സഹകരണത്തിൻ്റെയോ നിലയിലല്ല ഇരുവരും സംസാരിക്കുന്നത് എന്നത് ഏറെ ദുഃഖകരമാണ്. അരമനമുറ്റം എന്നത് പവിത്രമായി കാണുന്ന ഇടമാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർ ആരാധനയ്ക്കായി ദേവാലയങ്ങളിൽ എത്തുന്നതാണ്. അവിടെ പ്രാർത്ഥനകൾ നടത്തി മടങ്ങേണ്ട ഇടമാണ്. അവിടെയാണ് ഇത്തരത്തിൽ കയ്യാങ്കളിയും കൊലവിളിയും ഒക്കെ നമുക്ക് കാണേണ്ടി വരുന്നത്. അത് തുടരുന്നു എന്നതും അങ്ങേയറ്റം ദുഃഖകരമാകുന്ന ഒന്ന് തന്നെയാണ്. നവമി, ഇത്രയും നേരം ഈ രണ്ട് വിഭാഗങ്ങളിലും പെട്ടവരുടെ സംഭാഷണം, അതിൽ നിന്ന് നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാക്കാം ഇത് പരിഹരിക്കപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല എന്നുള്ളത്. രണ്ടുപേരും അവരുടെ വാദഗതികളിൽ ഉറച്ചു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു. സമവായത്തിനുള്ള സാധ്യതകൾ തെളിഞ്ഞതാണ്, അത് നഷ്ടപ്പെടുത്തുന്നുവെന്ന് ഇരുവരും ആരോപിക്കുന്നു. ഇങ്ങനെയൊരു പശ്ചാത്തലത്തിൽ പോലീസിന്റെ ഇടപെടൽ കൂടി ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. വിശ്വാസികൾ പരസ്പരം ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. എന്താണ് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഏത് നിലയിൽ ഇതിനിപ്പോൾ ഈ പോലീസിന്റെ ഇടപെടലിലൂടെ പോലീസ് നിയന്ത്രിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് എത്തുന്നത്?